ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് അവർക്കും സ്വാഗതം. ഇടവ ജൂൺ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂൺ മാസത്തിൽ ഇടവക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ജൂൺ മാസത്തിൽ ഇടവക്കൂറുകാർക്ക് ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും ബുധനും 2-ൽ വ്യാഴം, 3-ൽ ചൊവ്വ, 4-ൽ കേതു, 10-ൽ രാഹു, 11-ൽ ശനി, 12-ൽ സൂര്യൻ. ഏകദേശം ഗ്രഹങ്ങളെല്ലാം അനുകൂല ഭാവത്തിൽ തന്നെയാണ് കാണുന്നത്. ലഗ്നത്തിൽ ബുധൻ അനുകൂലമാണ്, 2-ൽ വ്യാഴം അനുകൂലമാണ്, 3-ൽ ചൊവ്വ അനുകൂലമാണ്, 10-ൽ രാഹു അനുകൂല സ്ഥിതിയിൽ അല്ലെങ്കിൽ ദോഷം ചെയ്യില്ല, 11-ൽ ശനി അനുകൂലമാണ്, 12-ൽ ശുക്രനും അനുകൂലമാണ്. ഗ്രഹങ്ങളെല്ലാം അനുകൂലപരമായിട്ടുള്ള സ്ഥിതിക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു മാസം തന്നെയാണ് ജൂൺ മാസം എന്ന് പറയുന്നത്. ജൂൺ മാസത്തിൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ ആഡംബരപരമായിട്ടുള്ള വലിയ ഭവനത്തിന് തുടക്കം കുറിക്കുവാനുള്ള സാധ്യതകൾ വളരെ ഏറെ സാധ്യതയുണ്ട്. അതായത് ആഡംബര ഭവനം എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരാൾ 700 സ്ക്വയർ ഫീറ്റിൽ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 1000-1050 സ്ക്വയർ ഫീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരാൾ 2500 സ്ക്വയർ ഫീറ്റിലുള്ള വീട് വയ്ക്കുകയാണെങ്കിൽ അത് 3500-4000 ആവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഇതിനെയാണ് ആഡംബര ഭവനത്തിന് എന്ന് പറയുന്നത്. അവനവനനുസരിച്ച കഴിവിനനുസരിച്ച് കൂടുവാനുള്ള സാധ്യതയുള്ളൂ, കുറയുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പറഞ്ഞത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഉത്സാഹമുണ്ടാവും. നല്ല വിദ്യാഭ്യാസപരമായിട്ടുള്ള സ്കൂളുകൾ തിരഞ്ഞെടുക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. നല്ല വിദ്യാർത്ഥികളും നല്ല അധ്യാപകന്മാരെയും കിട്ടുവാനുള്ള സൗകര്യങ്ങളുണ്ടാവും. ഗവൺമെൻറ് തലത്തിലുള്ള സ്കോളർഷിപ്പ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉഷാറുണ്ടാവും. ധനസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളും ഇവരെ പ്രതീക്ഷിച്ച് വരുന്ന ഒരവസ്ഥകളുണ്ടാവും. സഹായക ഹസ്തങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഭൂമി വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഭൂമി വിൽക്കാൻ തയ്യാറെടുക്കുന്നവർക്ക് ഭൂമി വിൽക്കാനുള്ള കാര്യങ്ങളും സാധ്യത വരുവാനുള്ള സാധ്യതയുണ്ട്. സഹായക ഹസ്തങ്ങൾ ഉണ്ടാവും. ഫ്രണ്ട്ഷിപ്പുകൾ മൂലം ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. സഹോദര ബന്ധത്തിൻ്റെ ദൃഢജ്ഞത, അതായത് ആ ഒരു ശക്തി കൂട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഭവന നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നടത്തുന്ന സമയത്ത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിൽക്കുന്ന കാരണം 4-ൽ കേതുവാണ് നിൽക്കുന്നത്. അത് കാരണം കേതു നിൽക്കുന്ന കാരണം ഗണപതി ഹോമം മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ഥാനനിർണയം മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ പലവിധ ഗുണാനുഭവങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പല തടസ്സങ്ങൾ മാറിപ്പോവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ എല്ലാ കാര്യങ്ങളും നിവൃത്തിയാക്കാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്യുഗ്രപരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന നാശനഷ്ടങ്ങൾ പൊതുവെ കുറവായിരിക്കും. ഭാഗ്യവർദ്ധനവുണ്ടാവും. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ ഗുരുക്കന്മാരുടെയും മറ്റുള്ളവരുടെയും പ്രീതി കിട്ടുവാനുള്ള സാധ്യതയും അതുപോലെ തൊഴിൽ വർധനവുണ്ടാവാനുള്ള സാധ്യതയും വിദേശയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് അത് കാര്യസാധ്യമാകാനുള്ള സാധ്യതയും ലാഭവർധനവുണ്ടാവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള മേഖലകളും ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള സാധനങ്ങളും വില കൂടിയ ഫർണിച്ചറുകളും വില കൂടിയ ഇലക്ട്രോണിക് സാധനങ്ങളും ഭവനത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാനും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനും ആഡംബര വാഹനങ്ങൾക്ക് ഓർഡർ കൊടുക്കുവാനും അല്ലെങ്കിൽ വാങ്ങിക്കുവാനും ഡെലിവറി ചെയ്യുവാനുള്ള സമയം കൂടിയാണ് ഇപ്പോൾ ഇവിടേക്ക് കാണുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വളരെ ഉചിതപരമായിട്ടുള്ളൊരു സമയമാണ് ഇടവരാശിക്കാർക്കുള്ളത്. ഇടവരാശി എന്ന് പറയുമ്പോൾ തന്നെ കാർത്തികയുടെ അവസാനത്തെ 3/4 ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന ഇടവക്കൂറുകാർക്ക് വളരെ വളരെ ഗുണകരമായിട്ടുള്ള കാലമാണ്. 2-ൽ വ്യാഴം, 11-ൽ ശനി. ഇതിന് മേലെ ഇവർക്ക് ഇനി എന്ത് വേണം? കാരണം വെച്ചാൽ ലാഭസ്ഥാനത്ത് ശനിയും ധനസ്ഥാനത്ത് വ്യാഴവും അത് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അത് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം
സ്റ്റാർട്ടിങ് സമയമായ കാരണം കൊണ്ട് അവർ ഗുണാനുഭവങ്ങൾ നല്ലപോലെ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കഷ്ടപ്പാടുകളെല്ലാം മാറിപ്പോകാനുള്ള, കാരണം കഷ്ടപ്പാടിൽ നിന്നും കരകയറി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലവിധ സാങ്കേതികപരമായിട്ടുള്ളതും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉള്ള അവർക്കെല്ലാം അതെല്ലാം മാറിപ്പോയി ശ്രേയസ് വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള സമയം തന്നെയാണ്. നമസ്കാരം.